called for me to be here, but I consider myself, much lucky to be part of the early conversations Chatapacha team was having, because first time I met Shihan at his place, I found that gentleman quite, knowledgeable about how a film should not be. മലയാളത്തിൽ പുതിയ സിനിമകൾ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇഷാൻ, I have seen you in Marco, but as an actor, it's also about the second step that you take, and also the integrity that you show towards the art. So this film is also about Advait, and also all the efforts that the team, especially the writing team, and also all the other technical teams have put towards. And നല്ലതിനോടൊപ്പമേ നല്ലത് ചെയ്യാറുള്ളൂ പലപ്പോഴും. അതുകൊണ്ടാണ് നന്മയുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഈ സിനിമയ്ക്കൊപ്പം വരുന്നത്. വിജയം കടന്നു വരാൻ മടിച്ചു നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, പക്ഷേ വിജയത്തിനെ വാരിപ്പുണരുന്നത് അത് കലയെ സ്നേഹിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാരുടെ ആത്മാവിഷ്കാരം ആ സിനിമയ്ക്ക് ഒരു വലിയ എനർജി തരുമ്പോഴാണ്. ചത്താപ്പച്ച എന്നുള്ള പേരിൽ തന്നെ ബേസിക്കലി ഒരു ഫിയർലെസ്നെസ് ഉണ്ട്. സോ ബേസിക്കലി ഭയമില്ലായ്മ, അതാണ് ഒരു പക്ഷേ ഒരു ഫൈറ്റിംഗ് റിംഗിൽ ഒരു പോരാളിയെ എതിരിടുമ്പോൾ അയാൾക്കുണ്ടാവേണ്ടത്, ആത്മവിശ്വാസവും ഭയമില്ലായ്മയും. സോ എനിക്ക് തോന്നുന്നു ഇതിലെ ഓരോ വ്യക്തിക്കും ഓരോ അംഗത്തിനും അതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാസ്ഡ് ഹെഡാണ് ഒരു പക്ഷേ ഇവിടെ ജോബിച്ചു പറഞ്ഞതുപോലെ എപ്പോഴാണ് ഒരു വാക്ക് പറഞ്ഞു, മഞ്ഞൾ പ്രസാദം എന്ന്. ആ വാക്ക് അത് ഇതിനൊരു കുറി എന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും അതൊരു അഗ്നിക്കുറിയാണ്. അഗ്നിക്കുറി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് യശശരീരനായ ശ്രീ പി പത്മരാജനാണ്. ജനുവരി 24 ഇന്ന് അദ്ദേഹത്തിൻ്റെ 35ാം അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് മലയാള സിനിമയെ വിട്ടുപോയിട്ടുള്ള 35ാം വർഷമാണ്. വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിൽ ശ്രമിക്കുന്നു. ഈ സിനിമയിലെ ഓരോ സാങ്കേതിക പ്രവർത്തകർക്കും എൻ്റെ ആദരപൂർവ്വമായ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം മലയാള സിനിമയിൽ അടിമുടി മാറ്റങ്ങളുടെ ഒരു കാലവർഷം കൊണ്ടുവന്ന ആ മഹാനടന് മുന്നിൽ ആത്മപ്രണാമം. Thank you so much for being here.